ദൈവത്തിന്റെ പൊതുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പുതിയ വർഷത്തിന്റെ ആരംഭത്തിൽ ദൈവമക്കളോട് ചേർന്ന് ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്തതായ നന്മകളെ കുറിച്ചും ഉപകാരങ്ങളെ കുറിച്ചും നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന അടിയാളെ ക്രിസ്തുവാകുന്ന പാറയിലേക്ക് അടുപ്പിച്ച യേശുവിന്റെ സ്നേഹത്തെ കുറിച്ചുള്ള സാക്ഷ്യവും വചനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ഒരു അവസരം ഒരുക്കിയതിനായി നന്ദിയുടെ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിന് അവസരം ഒരുക്കുന്നതായി ഈ സഭയിലെ ദേവദാസനോടും എന്റെ കൂടെ വന്ന സഹോദര പ്രിയ ദേവദാസിയോടും ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഉള്ള എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ഹല്ലേലൂയ. ഞാനൊരു ക്രിസ്ത്യാനിയായി CSI പാരമ്പര്യത്തിൽ ജനിച്ച് വളർത്തപ്പെടുവാൻ സ്വർഗത്തിലെ അവസരം ഒരുക്കി. ഏകദേശം 30 വയസ്സ് വരെ CSI ചർച്ചിൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നു. എന്നാൽ ഹല്ലേലൂയ ആ സമയങ്ങളിലൊക്കെയും സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ ഹല്ലേലൂയ ജനിച്ചപ്പോൾ മുതൽ ജന്മനാ ഹൃദയത്തിന്റെ വാർദ്ധി ചുരുങ്ങിയത് കാരണം ഇന്ന് കാണുന്ന ഈ ആരോഗ്യമൊന്നും ഇല്ലാതെ വെറും അസ്ഥിമാത്രം ഉണ്ടായിരുന്ന അവസ്ഥയായിരുന്നു എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഹല്ലേലൂയ. സ്ഥിരം ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അത് മാത്രമല്ല, ഭർത്താവ് കൂട്ടുകെട്ട് കാരണം മദ്യത്തിന് അടിമയായി ചില നാളുകൾ കഴിഞ്ഞപ്പോൾ പിശാചിനാൽ നിയന്ത്രിച്ച് നടത്തപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. മദ്യപാനം നിർത്തുന്നതിന് വേണ്ടി ചികിത്സിക്കുന്ന പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ടുണ്ട്. നാമധേയമായി ആരാധിക്കുന്ന പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നിന്നൊന്നും ഒരു വിടുതലും സമാധാനവും കിട്ടാതിരുന്നപ്പോൾ ഒരു പെന്തക്കോസ്ത് ചർച്ചിലെ ദേവദാസൻ കടന്നു വന്നിട്ട് എന്നോട് പറയുവാനിടയായി തീർന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞ് അവരോട് ചേർന്ന് ദൈവത്തെ ആത്മാവിന്റെ സത്യത്തിലും ആരാധിക്കുവാനായി കടന്നു ചെല്ലുവാൻ ക്ഷണിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുന്നേ എന്റെ കർത്താവ് എന്റെ പേർ ചൊല്ലി വിളിച്ചിരുന്നത് കൊണ്ട് ദൈവത്തിന്റെ കരുണയാൽ കുടുംബമായി ആ ചർച്ചിൽ കടന്നു പോകാനും തുടർന്ന് അനേകം നാളുകൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനേക മദ്യത്തിന് അടിമയാക്കിയിരുന്ന പൈശാചിക ശക്തികൾ എന്റെ ഭർത്താവിൽ നിന്ന് വിട്ടുമാറുന്നത് കാണുവാനും സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ആമേൻ. നാം ഇത് ചിന്തിക്കും, മദ്യപാനികൾ അവർ സ്വയമായി അവരുടെ അഹങ്കാരം കൊണ്ട് ചെയ്യുന്നതാണെന്ന് പലരും പറഞ്ഞു കേൾക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഹല്ലേലൂയ ആമേൻ ഒരു വ്യക്തിയെങ്കിലും അതിനുവേണ്ടി തയ്യാറെടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ഇതുപോലത്തെ പെന്തക്കോസ്ത് കൂട്ടായ്മകളിൽ ദൈവദാസനോട് ചേർന്ന് ഹല്ലേലൂയ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ അവരിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികൾ യേശുവിന്റെ നാമം പറയുമ്പോൾ വിട്ടുമാറുകയും ആ വ്യക്തികൾ സ്വബോധമുള്ളവരായി ദൈവത്തിന്റെ കരുണയാൽ എന്നൊരു ദൈവദാസനായി കർത്താവ് രൂപാന്തരപ്പെടുത്തുവാനും 2 ചർച്ച് പണിയുവാനും അവിടെ ദൈവദാസനായി ശുശ്രൂഷിപ്പാനും എന്റെ കർത്താവ് സഹായിച്ചു. ആമേൻ. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ വചനത്തിലൂടെ പഠിക്കുമ്പോൾ ഗദരദേശത്ത് ഹല്ലേലൂയ ആമേൻ 6000 ഭൂതങ്ങൾ ബാധിച്ച ലെഗ്യോൻ എന്ന ഹല്ലേലൂയ അങ്ങനെ ഒരു കൂട്ടം പിശാചിനാൽ നാം ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ 6000 ഭൂതത്തിന് വസിക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ ആ മനുഷ്യന് ഒരു പിശാചുള്ള മനുഷ്യൻ പോലെ ഇന്ന് സ്വസ്ഥതയും സമാധാനം ഇല്ലാതിരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ 6000 ഭൂതത്തിന് ഇരിക്കാൻ കഴിയും. ഹല്ലേലൂയ. ആ മനുഷ്യന്റെ അവസ്ഥ എന്ത് ദയനീയമായിരിക്കും നമുക്ക് ചിന്തിക്കാനായി കഴിയും. ആ വ്യക്തിയുടെ അടുക്കലും മാനുഷ്യമായ എല്ലാവരും ആ വ്യക്തിയെ കുറിച്ച് ചിന്തിച്ചത് അതൊരു ഭൂതഗ്രസ്തനാണ്, സ്വബോധമില്ലാത്ത ഒരു മാനസിക രോഗിയാണ്, ഭ്രാന്തനാണെന്ന് പറഞ്ഞ് എല്ലാവരും ഒറ്റപ്പെട്ട അവസ്ഥയിൽ കല്ലറകളിൽ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ യേശു ആ വ്യക്തിയുടെ അരികിൽ കടന്നു ചെന്നിട്ട് ഹല്ലേലൂയ ആ മനുഷ്യനെ സൗഖ്യമാക്കിയിട്ട് ആ മനുഷ്യൻ യേശുവിന്റെ കൂടെ കടന്നു പോകാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിക്കുമ്പോൾ ആ വ്യക്തിയോട് യേശു പറഞ്ഞത്, ദൈവം നിനക്ക് ചെയ്ത കാര്യങ്ങൾ നിന്റെ നാട്ടിൽ പോയി തെക്കപ്പൊലി ദേശത്തിൽ ഹല്ലേലൂയ യേശു കർത്താവ് നിനക്ക് സൗഖ്യമാക്കി എന്നുള്ള സാക്ഷിയായി തീരുവാൻ. ഹല്ലേലൂയ ആമേൻ. മനുഷ്യരെല്ലാം ഒരു ഭ്രാന്തനായി ഒരു മനുഷ്യനെ കണ്ടിരുന്നപ്പോൾ യേശു കർത്താവ് ആ മനുഷ്യന്റെ ഒരു സുവിശേഷകനെയാണ് കണ്ടത്. ആമേൻ. ഹല്ലേലൂയ. 10 പട്ടണത്തിൽ തെക്കപ്പൊലി നാട്ടിലുള്ള 10 പട്ടണങ്ങളിൽ യേശു എന്നെ സൗഖ്യമാക്കി, യേശു സൗഖ്യദായകനെന്ന് സാക്ഷിപ്പാൻ തക്കവണ്ണം ആ മനുഷ്യനെ യേശു കർത്താവ് ഉപയോഗിച്ചു. നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കുടുംബത്തിലുള്ള ഏത് വ്യക്തിയെ കുറിച്ചാണെങ്കിലും മാനുഷ്യമായി നാം ചിന്തിച്ചാൽ അസാധ്യമെന്ന് ചിന്തിച്ച് ഒരു വ്യക്തിയെ തള്ളിക്കളയരുത്. ആ വ്യക്തിയെ കൊണ്ട് കർത്താവിന് പലതും ചെയ്തെടുക്കുവാനുണ്ട്. ഹല്ലേലൂയ. എത്രയോ വ്യക്തികൾ നമുക്ക് ചുറ്റും കാണുന്നു, നമ്മുടെ ഭവനങ്ങളിൽ കാണുന്നു. അനേകർ പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ല, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ ഹല്ലേലൂയ
അമ്മേ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് അരുളി ചെയ്ത യേശു കർത്താവിൽ ആ കുടുംബത്തിൽ ആ രോഗിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും കൂടെയുള്ളതായ ഒരു വ്യക്തിയെങ്കിലും വിശ്വസിച്ചുകൊണ്ട് യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ മനസ്സുണ്ടെങ്കിൽ ആ വ്യക്തിയെ കർത്താവ് വിടുവിക്കും. ഹല്ലേലൂയ. കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കുടുംബത്തിലെ ഒരു വ്യക്തി വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ അവർ കാരണം, അവരുടെ പ്രാർത്ഥനയും അവരുടെ ജീവിതവും കാരണം ഹല്ലേലൂയ കുടുംബത്തിലെ മറ്റു വ്യക്തികൾ രക്ഷയിൽ വരുവാൻ ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. അത് മാത്രമല്ല, നാം നോക്കുമ്പോൾ ഒരു രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യൻ, അയാൾക്ക് സ്വയം എണീറ്റ് നടക്കാൻ കഴിയില്ല. ആ വ്യക്തിക്ക് വിശ്വാസം ഉണ്ടോ എന്ന് കേട്ടാൽ നമുക്കറിയില്ല. എന്നാൽ ചുമന്നു കൊണ്ടുവന്നതായ 4 വ്യക്തികൾ അവരുടെ വിശ്വാസം കണ്ടിട്ടും ആരോഗ്യ മനുഷ്യനെ യേശു കർത്താവ് സൗഖ്യമാക്കി. അപ്പൊ നമുക്ക് ധൈര്യത്തോടെ ഏത് വ്യക്തിക്ക് വേണമെങ്കിലും വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ കൊണ്ടുവന്നാൽ ഹല്ലേലൂയ യേശു കർത്താവ് സൗഖ്യം കൊടുക്കുമെന്ന് അനേക വചനങ്ങളിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആരെയും തള്ളിക്കളയാതെ എല്ലാവരെയും യേശു കർത്താവ് സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ കരുണയാൽ തുടർന്ന് ദൈവത്തെ ആരാധിപ്പാനൊക്കെ ദൈവം അവസരങ്ങൾ ഒരുക്കി. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഈ പെന്തക്കോസ്ത് ചർച്ചിൽ ആരാധനയ്ക്ക് പോയ സമയത്ത് ഒരു ഉപവാസ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ഗസ്റ്റായി കടന്നു വന്ന ഒരു ദൈവദാസൻ എന്റെ തലയിൽ തൊട്ടിട്ട് പറയുവാൻ ഇടയായി തീർന്നു. കൂടുവിട്ട് അലയുന്ന പക്ഷിയെ പോലെയാണെന്ന് ദൈവാത്മാവ് കാണിക്കുന്നു. ഈ പൽക്കാലം നിന്റെ ജീവിതത്തിലെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ഈ പൽക്കാലം നിന്റെ മാനസാന്തരത്തിന്റെ പൽക്കാലമായി തീരുമെന്ന് പറഞ്ഞ് എന്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുവാൻ ഇടയായി. അതുവരെ ഹൃദയം കരിങ്കല്ല് പോലെ പിശാചിനാൽ നിയന്ത്രിക്കപ്പെട്ട് പാപത്താൽ വന്ന രോഗത്താലും ഹല്ലേലൂയ ആമേൻ യാതൊരു പ്രത്യാശയ്ക്കും വകയില്ലാതെ നിരാശ മാത്രമായി എല്ലും തോലുമായിരുന്ന എന്റെ ഹല്ലേലൂയ ഹൃദയത്തിനകത്തേക്ക് ദൈവദാസ തലയിൽ തൊട്ട് പറയുന്ന സമയത്ത് ഞാൻ പോലും അറിയാതെ കരയുവാൻ തുടങ്ങി. യേശുവേ, എന്റെ ജീവിതത്തിലെ സകല പാപവും ക്ഷമിക്കണമേ, യേശുവിന്റെ രക്തത്താലും വചനത്താലും എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ കൂട്ടുകാരിയോട് ഒരു ചുവപ്പ് കല്ലമാല വാങ്ങിയിട്ടുണ്ട് പോയി. എന്നാൽ അത് കൈതട്ടി ആ മാല പൊട്ടുകയും കങ്കൂസ് തിരിച്ച് കെട്ടിയിടണമെങ്കിൽ കുറച്ച് കല്ലകൾ മാറ്റിയാലേ അത് കെട്ടിയിടാൻ കഴിയുള്ളൂ. അങ്ങനെ ഞാനിത് ഹല്ലേലൂയ കുറച്ച് കല്ലകൾ മാറ്റിയിട്ടിട്ട് മാല കെട്ടിയിട്ട് സ്കൂളിൽ പോയ സമയത്ത് കൂട്ടുകാരി ചോദിക്കരുത് ഇറക്കം കുറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ഉടമസ്ഥന് മനസ്സിലായി മാല പൊട്ടി ഹല്ലേലൂയ എന്നുള്ളത്. യഥാർത്ഥത്തിൽ എൻ്റെ അടുത്ത് ആ മാല പൊട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞിരുന്നു എങ്കിൽ അന്ന് ടീച്ചർ തുറന്നെടുത്ത് കുട്ടിയെ അടി വാങ്ങി തരുമായിരുന്നു. അതുകൊണ്ട് അന്ന് ആദ്യം കള്ളം പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നാം ജനിക്കുമ്പോൾ മുതൽ മരിക്കുമ്പോൾ വരെയുള്ള സകല കാര്യങ്ങളും എഴുതുന്നതായ ഓർമ്മയുടെ പുസ്തകം സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. അവിടെ എല്ലാവരുടെ പേരിലും ഓരോ പുസ്തകമുണ്ട്. ഹല്ലേലൂയ. അനേക പുസ്തകങ്ങൾ സ്വർഗത്തിലുണ്ട്. അതിലൊന്നാണ് ഓർമ്മയുടെ പുസ്തകം. അവരവൻ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം നാം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കുമ്പോൾ നാം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഹല്ലേലൂയ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കും. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം ഹല്ലേലൂയ 20-ാം അധ്യായം നാം പഠിക്കുമ്പോൾ ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുവൻ ഇരിക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്കെടുത്ത ന്യായവിധി ഉണ്ടായി. ഹല്ലേലൂയ. അപ്പൊ നാം പറയുന്ന ഓരോ വാക്കിന് ന്യായവിധിയുണ്ട്. അതുകൊണ്ട് നിത്യജീവനിൽ യേശു കർത്താവിനോട് പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ നമ്മുടെ വാക്കുകൾ എന്നും ഇല്ല എന്നും തന്നെ ആയിരിക്കട്ടെ. അതിൽ കൂടുതൽ വരുന്നതൊക്കെ ദുഷ്ടനിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. വാക്കുകൾ പെരുകുമ്പോൾ ഹല്ലേലൂയ പിശാചിന് നാം ഇടം കൊടുക്കുന്നതായി തീരുന്നു. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾക്ക് ന്യായവിധി ഉണ്ട് എന്ന് ഹല്ലേലൂയ നാം എപ്പോഴും ആ ബോധത്തോടെ ഭയത്തോടെ വിറയലോടെ നാം ജീവിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് നിത്യജീവനിൽ എത്തിച്ചേരുവാനായി കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. തുടർന്ന് അങ്ങനെ ഞാൻ ആ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സംഭവം കാണുമ്പോൾ പുറമേയുള്ള കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ ഒരു വെള്ള സ്ക്രീനിലാണ് ഞാൻ കണ്ണുകൊണ്ട് ഞാൻ ആ സ്ക്രീനിൽ ഇങ്ങനെ ഓരോ പാപങ്ങളായിട്ട് കാണുന്നത്. അപ്പൊ ആദ്യത്തെ സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ കള്ളം പറഞ്ഞ യേശുവാ ക്ഷമിക്കണേ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ച് കുറെ സമയം കഴിഞ്ഞപ്പോൾ ആ പാപം അങ്ങ് യേശു കർത്താവ് ക്ഷമിക്കുകയും ആ സ്ക്രീൻ വെള്ള നിറമായി തീർന്നു. അത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ വലുതായപ്പോൾ പറഞ്ഞത് ചുരുക്കത്തിൽ അന്ന് രാവിലെ ഞാൻ എന്റെ ഹസ്ബൻഡ് തമ്മിൽ സംസാരിച്ചപ്പോൾ തെറ്റായി പറഞ്ഞ വാക്ക് വരെ ആ സംഭവങ്ങൾ വരെ കർത്താവ് കാണിച്ചു തരുവാനിടയായി തീർന്നു. ഓരോന്ന് കാണുമ്പോൾ ദൈവത്തോട് കരഞ്ഞ് ക്ഷമ ചോദിച്ച് ഹല്ലേലൂയ യേശു കർത്താവ് ക്ഷമിക്കുമ്പോൾ സ്ത്രീ വെള്ള നിറമായി തീരുന്നു. ഹല്ലേലൂയ.
അന്ന് രാവിലെ വരെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്നൊരു പ്രകാശം എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അതുവരെ കരിങ്കല്ല് പോലെ ഇരുന്ന ഭാരത്താലും നിരാശയാലും ഹല്ലേലൂയ സ്വസ്ഥതയും സമാധാനം ഇല്ലാതെ ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ ജീവിച്ച എന്റെ ഹൃദയത്തിലേക്ക് ഒരു മഞ്ഞ് പോലെ ആ ഒരു പ്രകാശ സ്വർഗത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് വന്നു. ഹല്ലേലൂയ അതുവരെ അനുഭവിക്കാത്ത ഒരു സ്വർഗീയ സമാധാനം എന്റെ ഹൃദയത്തിലേക്ക് വന്നു. പഴയ കല്ലായുള്ള ഹൃദയത്തെ കർത്താവ് മാറ്റി മാംസമായി യേശു വസിക്കുന്ന പുതിയൊരു ഹൃദയം ആ പൽക്കാലം ജീവിതത്തിലേക്ക് കർത്താവ് തരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ ദൈവത്തിന്റെ സ്നേഹം എത്ര വർണ്ണിച്ചാലും മതിയാകില്ല. പിന്നത്തേതിൽ എനിക്ക് ചിന്തിക്കുവാനായി കഴിഞ്ഞു. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നു. ഹല്ലേലൂയ ആ പൽക്കാല ദൈവദാസന്റെ തലയിൽ തൊട്ടിട്ട് പ്രാർത്ഥിച്ച സമയത്ത് ദൈവ മനസ്സറിഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിൽ വന്നത് കൊണ്ടാണ് ഒരു പാപബോധം ഉണ്ടായത്. ഹല്ലേലൂയ അങ്ങനെ ആ പൽക്കാലം എന്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിന്റെ പൽക്കാലമായി തീർന്നു. ഹല്ലേലൂയ അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഹല്ലേലൂയ സ്നാനത്തിനായി ചർച്ചിൽ ആൾക്കാരെ കൊണ്ടുപോയപ്പോൾ എനിക്ക് പോകാൻ ഒരു അവസരം കർത്താവ് തന്നു. ഹല്ലേലൂയ സ്നാനക്കടൽ യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കുന്നതിനും വിശുദ്ധ ദൂതഗണങ്ങളാൽ കാവൽ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് ദൈവദാസൻ പറഞ്ഞപ്പോൾ ഞാനും അവരോട് ചേർന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പുറമേയുള്ള കണ്ണുകൾ അടച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതായ സമയത്ത് എന്റെ ഉൾക്കണ്ണുകൊണ്ട് ഞാൻ കാണുന്ന ഒരു കുളം കിടക്കുന്നു. അതിൽ പച്ചവെള്ളത്തിന് പകരം രക്തമാണ് കിടന്നത്. നാം പലപ്പോഴും ചിന്തിക്കാറില്ല നാം പ്രാർത്ഥിക്കുന്നത് കർത്താവ് അതുപോലെ ചെയ്യുമെന്ന്. ഹല്ലേലൂയ നമ്മൾ അനേക കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു, അപ്പോഴതങ്ങ് കളയുന്നു. എന്നാൽ എന്റെ ജീവിതത്തിൽ കർത്താവ് എനിക്ക് കാണിച്ചു തന്നു, നാം എന്ത് പറയുന്നോ ദൈവത്തിന് ഹിതമായിട്ടുള്ളതാണെങ്കിൽ കർത്താവ് അത് ചെയ്യുമെന്ന് എനിക്കൊന്ന് പൽക്കാലം കാണുവാനിടയായിരുന്നു. ആ വെള്ളം ഹല്ലേലൂയ രക്തമായി കിടക്കുകയും അതിന് ചുറ്റും ഹല്ലേലൂയ ഏകദേശം ഒരു നഴ്സറി പരുവത്തിലുള്ള ദൂതന്മാർ ചിറകുകൾ വിടർത്തി കൈയോട് കൈ കോർത്ത് ആ കുളത്തിന് ചുറ്റും റൗണ്ട് ചെയ്ത് നിൽക്കുന്നു. അപ്പോ ആ വെള്ളത്തിൽ യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ചിട്ട് പിശാച് വേറെ അശുദ്ധികൾ അതിനകത്ത് കൊണ്ടിടാതിരിക്കാൻ വേണ്ടി ദൂതന്മാരാൽ കാവൽ ചെയ്തിരിക്കുന്നെന്ന് ആത്മീയ കണ്ണുകളാൽ കർത്താവ് എനിക്ക് കാണിച്ചു തരുവാനിടയായിരിക്കുന്നു. ഹല്ലേലൂയ അവേ ദൈവത്തിന്റെ സ്നേഹം എത്ര വർണ്ണിച്ചാലും മതിയാകാത്തതാണ്. ഹല്ലേലൂയ സ്തോത്രം.